സംഗുരുഭ്യോ നമ. നമ്മള് മരുവിന്റെ കഥയാണ് അവലോകനം ചെയ്തുകൊണ്ടിരുന്നത്. ഈ മനു കലാപ ഗ്രാമം എന്നൊരു ഗ്രാമത്തിലായിരുന്നു ജീവിച്ചു പോന്നത്. കലിയുഗ അവസാനത്തിൽ നശിക്കുന്നതായ സൂര്യവംശത്തെ തന്റെ പൗത്ര പരമ്പരകളെ കൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തിയത് ഈ മരു ആയിരുന്നു എന്ന് പറയുന്നു. മരുവിന്റെ പുത്രനാണ് പ്രശ്രുതൻ എന്ന് പറയും. അത് സുശ്രുതൻ എന്നാണ് അവിടെ എഴുതിയത്. പ്രശ്രുതൻ എന്ന് പറയാറുണ്ട്, ഭാഗവതം അങ്ങനെയും പറയും. അദ്ദേഹത്തിന്റെ പുത്രൻ സന്ധി, സന്ധിയുടെ പുത്രൻ അമർഷണൻ, അമർഷണന്റെ പുത്രൻ മഹസ്വാൻ, മഹസ്വാന്റെ പുത്രൻ വിശ്വബാഹു എന്ന് പറയും. വിശ്വസമൻ എന്ന് ഭഗവാൻ വേദവ്യാസൻ ഭാഗവത്തിൽ എഴുതിയിരിക്കുന്നു. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്. വിശ്വസമന്റെ പുത്രൻ പ്രസേനജിത്ത്. അദ്ദേഹം വലിയ ശക്തിമാനായിരുന്ന മഹാത്മാവാണ്. ചക്രവർത്തിമാർ ഇവരെല്ലാം തന്നെ മഹാത്മാക്കളാണ്, രാജ ഋഷികളാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ മഹാത്മാവെന്ന് പറയുന്നു. അപ്പോഴ് ഈ പ്രസേനജിത്ത് അദ്ദേഹത്തിന് ബൃഹദ്ബലൻ എന്നൊരു പേരുണ്ട്. അത് ഇവിടെ ബൃഹദ്ബലനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ പ്രസേനജിത്തിന് പുത്രനായിട്ട് തക്ഷകൻ എന്നൊരു പുത്രൻ ഉണ്ട്. അത് ഭാഷാഭാഗവതം പറയുന്നില്ല. തക്ഷകന്റെ പുത്രൻ ബൃഹദ്ബലൻ എന്നാണ് പറയുന്നത്. ആ ബൃഹദ്ബലന്റെ പുത്രനാണ് അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. നമ്മൾ പറയുന്ന പാണ്ഡവന്മാരിലെ അർജുനനല്ല, ഒരു വ്യക്തി. എല്ലാ പേരും റിപ്പീറ്റായിട്ട് വരുന്നതാണ് എല്ലാവർക്കും. അങ്ങനെ ഈ അർജുനൻ അഭിമന്യുവിന്റെ പിത്ര അങ്ങയുടെ അച്ഛനായിരുന്ന ബൃഹദ്ബലൻ, ഈ അർജുനൻ യുദ്ധത്തില് പലരെയും വധിച്ച കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ ബൃഹദ്ബലൻ തക്ഷകൻ എന്ന അദ്ദേഹത്തെ വധിച്ചു എന്ന് പറയുന്നുണ്ട്. അർജുനൻ തേ പുത്ര എന്നതുകൊണ്ട് ഭാഗവതം അഭിമന്യു തക്ഷകനെ വധിച്ചതായിട്ട് പറയുന്നുണ്ട്. പിന്നെയോ ഭഗവാൻ എഴുത്തച്ഛൻ അർജുനന്റെ പേരാണ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറ്റി പറയുന്നുണ്ട്. അതില് വലിയ കാര്യമൊന്നുമില്ല. ഭഗവാൻ എഴുത്തച്ഛൻ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യുക്തമായിട്ടുള്ളത് സ്വീകരിച്ചതാകാം, ഇല്ലെങ്കിൽ അദ്ദേഹം ഇതിനൊക്കെ സാക്ഷിയായിരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അദ്ദേഹം ആ രീതിയിൽ ഗണിച്ചതാകാം എന്നേ ഉള്ളൂ. അങ്ങനെ ബൃഹദ്ബലന്റെ പുത്രനാണ് ബൃഹദ്രണൻ എന്ന് പറയും. ആ ബൃഹദ്രണൻ അദ്ദേഹത്തിന്റെ പുത്രൻ ഉരുക്രിയൻ, ഉരുക്രിയന്റെ പുത്രൻ വത്സവൃദ്ധൻ, വത്സവൃദ്ധന്റെ പുത്രൻ പ്രതിവ്യോമൻ, പ്രതിവ്യോമന്റെ പുത്രൻ ഭാനു, ഭാനുവിന് വ്യാസഭാഗവത്തിൽ ഭരതൻ എന്ന പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ ദിവാകർ എന്ന ഒരാള്, അത് ദിവാർക്കൻ ആണ്. ദിവാകൻ എന്നും ദിവാർക്കൻ എന്നും ഭാഗവതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിവാർക്കന്റെ പുത്രൻ സഹദേവനാണ്. സഹദേവന്റെ പുത്രൻ ബൃഹദാശ്വൻ, ബൃഹദാശ്വന്റെ പുത്രൻ ഭാനുമാൻ, ഭാനുമാന്റെ പുത്രൻ പ്രതികാശൻ, പ്രതികാശന്റെ പുത്രൻ സുപ്രീതൻ, സുപ്രീതന്റെ പുത്രൻ മരുദേവൻ, മരുദേവന്റെ പുത്രൻ സുനക്ഷത്രകൻ എന്ന സുനക്ഷത്രകന്റെ പുത്രൻ ഉരൂക്ഷകൻ, ഉരൂക്ഷകന് ഭാഗവതം പുഷ്കരൻ എന്ന പേരും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ അന്തരീക്ഷൻ, അന്തരീക്ഷന്റെ പുത്രൻ സുതപസ്, സുതപസിന്റെ പുത്രൻ അമിത്രജിത്ത്. ഇത്രയും പേരുടെ പേരാണ് ഇനി അവിടെ പറഞ്ഞു പോകുന്നത്. പുത്രൻ അത് സന്നതസ്മാത് അമർഷണൻ, പുത്രൻ മഹാസ്വാവ്, അവന് വിശ്വസമൻ പുത്രൻ, അവന് ബലവീര്യവാൻ, കൊന്നാനവനെ വിജയന്റെ നാങ്കണി. ഈ ബലവീര്യവാൻ എന്ന് പറയുന്ന പ്രസേനജിത്തിനെയാണ്, പ്രസേനജിത്തിനെയാണ് അർജുനൻ കൊന്നുവെന്ന് ഭാഗവതം പറയുന്നത്. വ്യാസഭാഗവതം അത് അഭിമന്യു കൊന്നുവെന്ന് പറയുന്നു. ചൊന്നേൻ കഴിഞ്ഞൊരു ഭൂപതിമാരെ ഞാൻ, മേലിലുണ്ടാകുന്നവരെയോ ചൊല്ലുവൻ. ശുഖബ്രഹ്മർഷിയാണ് പറയുന്നത്. സൂര്യവംശത്തിൽ ഉണ്ടായിരുന്നവരുടെ എല്ലാം പേര് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ തീർന്നില്ലല്ലോ. ഈ സൂര്യവംശം തീരാന് ഇനിയും സമയമുണ്ട്. ഇനിയും പലരും ജനിക്കും.
ആ ജനിച്ചവരിലെ പ്രശസ്തരായവരുടെയൊക്കെ പേര് പറഞ്ഞു പോകുകയാണ്. അപ്പൊ ഇനിയും വരാൻ പോകുന്ന തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ പൂർവ്വസൂരികളുടെ ത്രികാല ജ്ഞാനം. നമ്മള് മറ്റ് കാണുന്ന മതങ്ങളെ പോലെയല്ല. നമ്മളുടെ സംസ്കാരം പിന്നോട്ടും മുന്നോട്ടുമുള്ള ഗമനത്തെ, കടന്നു പോയതിനെയും വരാൻ പോകുന്നതിനെയും സെൻട്രൽ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. എന്താണോ കഴിഞ്ഞു പോയത്, എന്താണോ വരാൻ പോകുന്നത്, ഇത് രണ്ടുമാകുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്തെന്നാകും. ഇപ്പോൾ നടക്കുന്നതിനൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവി കാലം എന്ന് പറയുന്നത് ഭൂതം, ഭാവി, വർത്തമാനം. അപ്പൊ ഭാവിയിലേക്ക് ഉള്ള വീക്ഷണം, ഭൂതം കഴിഞ്ഞു പോയത്, വർത്തമാന കാലം എന്ന് പറയുന്നത് ഒന്നില്ല എന്നാണ് ഭാരതീയ സംസ്കാരം അനുസരിച്ച് പറയുന്നത്. കാരണം ഓരോ സെക്കൻഡും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയുന്ന വർത്തമാനം ഭൂതമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വർത്തമാന കാലം എന്നൊന്നില്ലാത്തത് കൊണ്ട് പലയിടത്തും ഭൂതവും ഭവ്യവും മാത്രമേ പറയാറുള്ളൂ. നമ്മള് പുരുഷ സൂക്തം ചൊല്ലുമ്പോഴേ ഭൂത ഭവ്യ ഭവത് പ്രഭു എന്ന് പറയും. അപ്പോഴ് ഈ മൂന്നിനെയും ഘടിപ്പിക്കുന്നത് വർത്തമാന കാലത്തിൽ നിന്നുകൊണ്ടാണ്. ആ വർത്തമാനകാലം എന്ന് പറയുന്നത് എപ്പോഴും കടന്നുപോയിക്കൊണ്ട് ഇരിക്കുന്നതാണ്. പക്ഷെ ഇതിൽ നിന്നുകൊണ്ട് ഭൂതത്തെയും ഭാവിയെയും വിലയിരുത്താനുള്ള കഴിവ് അത് ഭാരതീയന്റെ മാത്രം സംസ്കാരമായിരുന്നു, മാത്രം സമ്മാനവുമായിരുന്നു. നമുക്ക് അവരൊരു കഴിവ് ഇപ്രകാരം ഉണ്ട് എന്ന് കാട്ടിത്തരുമ്പോൾ ഇന്നും അതുള്ള മഹാത്മാക്കൾ നമുക്കിടയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തായാലും വരാൻ പോകുന്നവരെ പറ്റിയാണ് ഇനിയും പറയുന്നത്. ചാലേ ബൃഹത് ബലപുത്രൻ ബൃഹദ്രണൻ തൽസുതനുണ്ടാമുരുക്രിയ ഭൂപതി വത്സനെന്നാദിയായി വൃദ്ധൻ അവൻ മകൻ പ്രപുത്രൻ പ്രതിവ്യോമനും ഭരതൻ മകൻ പുത്രൻ ദിവാർക്കൻ തഥാ സഹദേവനോ. ഈ ഭരതന് ഭാനു എന്ന് പറയുന്നവിടെ പുത്രൻ ബൃഹദശ്വനും സുതൻ ഭാനുമാൻ പുത്രൻ അവനു പ്രതികാശ ഭൂപതി തൽസുതൻ സുപ്രതീകൻ മരുദേവനാം തൽസുതൻ തൽപുത്രനോ സുനക്ഷത്രകൻ പുത്രൻ ഉരൂക്ഷകൻ തസ്യ അന്തരീക്ഷനോ പുത്രൻ തുസുതപസ് അമിത്രജിത് തൽസുതൻ നന്ദന ബൃഹർഭോജൻ അവൻ മകൻ. പിന്നെ ബഹേ സുഹൃതൻ ജയന്തൻ മകൻ പുത്രൻ രണഞ്ജയൻ ശാക്യൻ അവനും ശാക്യൻ അവനും ആ ശുദ്ധോദന സുതൻ. അശുദ്ധോദന സുതൻ എന്നല്ല നമ്മള് പറയുകയാണ്. ആ ശുദ്ധോദന സുതൻ, ശുദ്ധോദന സുതൻ ലാംഗലൻ തൽസുതൻ തസ്യ പ്രസേനജിത്ത് തൽസുതൻ സുരതൻ പുത്രൻ സുരധനുടൻ വസുമിത്രനും ഇതോ ബൃഹത് ബലവംശമുണ്ടായി വരും. ഇതമീ വംശം സുമിത്രാന്തമായി വരും. പുത്രനുടൻ സുരഥൻ, സുരഥന് വസുമിത്രനും, അവന് സുമിത്രൻ എന്നാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെ ആ ബൃഹത് ബല വംശം സുമിത്രൻ വരെ എത്തി. സുമിത്രനോടുകൂടി ആ വംശം തീരുകയാണ്. അതുകൊണ്ടാണ് സുമിത്രാന്തമായി വരും. സുമിത്രനെ കൊണ്ട് ആ വംശം അന്തമായി വരും. പിന്നെയൊടുക്കം കലിയുഗി. അങ്ങനെ ആ ബൃഹത് ബല വംശത്തിൽ കൂടി നമ്മൾ പറഞ്ഞു വന്ന, സൂര്യവംശത്തിൽ കൂടി നമ്മൾ പറഞ്ഞു വന്ന ബൃഹത് ബല വംശം സുമിത്രനിൽ കൂടി സമാപിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്.
അത് നമ്മൾ പറഞ്ഞു വന്നത് അമിത്രജിത്തിന്റെ വരെ പറഞ്ഞു. അമിത്രജിത്തിന്റെ പുത്ര സുതപസ്, സുതപസിന്റെ ബൃഹത് ഭോജൻ, പിന്നെ ബ്രഹീകൃതൻ എന്ന് പറയും. ബൃഹത് ഭോജന് ബൃഹത് രാജൻ എന്നും വേറെ പേര് പറയാറുണ്ട്. ബ്രഹീസുകൃതൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ബർഹിസ് എന്ന് പറയാറുണ്ട്. നമ്മൾ കണ്ട ഇതിന് മുന്നേ ബർഹിസിനെ കണ്ടു, അതല്ല. ജയൻ എന്ന് പറയുന്നു ബ്രഹി സുകൃതിന്റെ പുത്രൻ ജയൻ. ആ ജയന്റെ പേര് കൃതഞ്ജയൻ എന്നാണ് ഭാഗവതം പറയുന്നത്. പിന്നെ ജയന്റെ പുത്രൻ രണഞ്ജയൻ. രണഞ്ജയന് ഭാഗവതം സഞ്ജയൻ എന്ന പേരും കൊടുത്തിട്ടുണ്ട്. പലയിടത്തായിട്ടും ഈ പേരൊക്കെ രേഖപ്പെടുത്തി പോകുമ്പോൾ രണ്ടിടത്ത് രണ്ടു പേര് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ വസ്തുത അറിയില്ലെങ്കിൽ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും. അതാണ് ഈ രണ്ടിനെയും കൂടെ തട്ടിച്ചു പറയുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് അത് വായിച്ചു വിട്ടാൽ മതി. കാരണം ഇത് വംശപരമ്പരയുടെ പേരുകളാണ്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയണ്ട. എടുത്തു പറയുന്നതിന്റെ കാര്യം ഒരു വ്യക്തിക്ക് തന്നെ രണ്ടു പേരുണ്ട്, അത് ഭാഗവതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ പറയുന്നു എന്നേ ഉള്ളൂ. രണഞ്ജയൻ, അദ്ദേഹത്തിന് സഞ്ജയൻ എന്ന് പേര്. അദ്ദേഹത്തിന്റെ പുത്രൻ ശാക്യൻ. ശാക്യന്റെ പുത്രൻ ശുദ്ധോധനൻ. പിന്നെ ശുദ്ധോധന പുത്രൻ ലാംഗലൻ. ലാംഗലന് പിന്നെ പ്രസേനജിത്ത്. പ്രസേനജിത്തിന്റെ പുത്രനായിട്ട് ഭാഗവതം സുരഥൻ എന്ന് പറയുന്നു. പക്ഷെ പ്രസാനജിത്തിന് ക്ഷുദ്രകൻ എന്നൊരു പുത്രനുണ്ട്. ആ അദ്ദേഹത്തിന്റെ പുത്രനാണ് സുരഥൻ. സുരഥന്റെ പുത്രനായിട്ട് രുണകൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ സുരഥന് തന്നെ പുത്രൻ വസുമിത്രൻ. സുമിത്രാന്ത എന്ന് പറയുന്നത് നമ്മൾ ആ സുമിത്ര വസുമിത്രൻ എന്നുള്ളതാണ്. മിത്രാന്തം, അത് സുമിത്രാന്തം ആയി വരുന്നു എന്ന് പറഞ്ഞത് ആ പേരാണ്. ഇവരെല്ലാം ബൃഹദ്ബല ഗോത്രത്തിൽ ഉണ്ടായവരാണ്. സുമിത്രനോടുകൂടി ആ സൂര്യവംശത്തിന്റെ ബൃഹദ്ബല വിഭാഗം തീർന്നു പോവുകയും ചെയ്തു. പിന്നെ വരുന്ന കലിയുഗത്തില് സുമിത്രനോടും കൂടി ബൃഹദ്ബല ഗോത്രം മുഴുവനും നശിക്കും. പിന്നെ ഇനിയും അവിടുന്ന് ആരെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? നിമിയെ പറ്റിയാണ് അവിടെ പ്രതിപാദിക്കാൻ വരുന്നത്. ആ നിമിയുടെ ചരിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. പൃഥ്വിയിൽ പിന്നെ ഒടുക്കം കലിയുഗേ ഈ വംശം സുമിത്രാന്തമായി വരും. ഇനിയും ഇവിടെ നിമിയുടെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. നിമിയുടെ ചരിത്രം നമുക്കറിയാം. നമ്മൾ പറഞ്ഞു വന്ന കഥയിൽ ഒരു വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഇനി അതിൽ ബാക്കിയുള്ളവരെ പറ്റി നമുക്ക് പറഞ്ഞു വരണം. ആരുടെ കാര്യമാണ് പറഞ്ഞു വന്നത്? വൈവസ്വത മനുവിന്റെ പരമ്പരയിൽ ഇക്ഷാകു ഉണ്ടായി എന്ന് പറഞ്ഞു. ഇക്ഷാകുവിന് 100 പുത്രന്മാരുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. വികുച്ചി, നിമി, ദണ്ഡൻ എന്നുള്ള ദണ്ഡകൻ, അവർ 3 പേര് ഉണ്ടായി എന്ന് പറയുന്നു. അതിൽ വികുച്ചിയുടെ പുത്രപൗത്ര സന്തതി പരമ്പരകളെയാണ് നാം ഇതുവരെ ഈ ബൃഹദ്ബല വംശം സുമിത്രാന്തമായി വരുമെന്ന് പറഞ്ഞു നിർത്തിയതുവരെ വികുക്ഷിയുടെ വംശത്തിൽ ബൃഹദ്ബലനും ബൃഹദ്ബലന്റെ വംശത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇനിയും വികുക്ഷിയുടെ അനുജനായിരിക്കുന്ന വൈവസ്വത മനുവിന്റെ 2ാമത്തെ പുത്രനും വികുക്ഷിയുടെ അനുജനുമായ നിമിയുടെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. നമ്മളിത് വായിച്ചു പോകുമ്പോഴേ മുകളിൽ പറഞ്ഞ ആ വാർത്തകള് അതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാകില്ല. പ്രത്യേകിച്ച് പാരായണം ചെയ്തു പോകുമ്പോൾ ഇതൊന്നും അവലോകനം ചെയ്യാനുള്ള നേരമില്ലല്ലോ. സപ്താഹവേദികളിൽ ഇതൊന്നും പറഞ്ഞു പോകാനുള്ള നേരവുമില്ല. സപ്താഹവേദികളിൽ നമുക്ക് ഭാഗവതം വായിക്കുക, അതിന് നമുക്ക് അറിയേണ്ട വസ്തുതകളെ ആനുകാലികമായിട്ട് അവലോകനം ചെയ്യുകയാണ്. നമ്മൾ ഈ പറയുന്ന ഒന്നും സപ്താഹവേദിയിൽ പറയുന്ന വിഷയമേ അല്ല. കാരണം ഇത് ഭാഗവത പഠനം ക്ലാസ് ആയതുകൊണ്ട് ഒരു വരി വിടാതെ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചു പോകുന്നു. സപ്താഹവേദിയിൽ അപ്രകാരമല്ലല്ലോ. ഈ പ്രതിപാദിക്കുന്നതിന്റെ പിന്നിലുള്ള വൈദിക സിദ്ധാന്തം എന്താണ്? എന്തിനാണ് ഈ വംശ പരമ്പര പറഞ്ഞു വരുന്നത്? അതല്ലെങ്കിൽ 2 വംശം ഉണ്ട്, അതെങ്ങനെ പറയുന്നു? അതിൽ ആരൊക്കെ എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് പറയുന്നു? ഇതൊന്നും സപ്താഹവേദിയിൽ പറഞ്ഞു പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് ആനുകാലികമായിട്ട് ഈ വിഷയങ്ങളെ അവലോകനം ചെയ്യും. പിന്നെ എന്താണോ ഭാഗവതത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ യാഥാർത്ഥിക വസ്തു, അതിനെ നമ്മൾ അവലോകനം ചെയ്യുകയാണ് സപ്താഹവേദിയിൽ. ഇതൊരു പഠന ക്ലാസ് ആയതുകൊണ്ട് കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതെ, ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക്
തിരിച്ചു നോക്കി അത് നോട്ട് ചെയ്ത് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ സാധിക്കും. അങ്ങനെ സാധിക്കണം, അതിനായിരിക്കണം നമ്മൾ അവലോകനം ചെയ്യുന്നത്. നമ്മള് ഭാഗവതം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്ന് വായിച്ച് ആസ്വദിച്ച് അവലോകനം ചെയ്യാനുള്ളതാണ്. ഇന്ന് പലർക്കും അങ്ങനെയല്ല. പലർക്കും വേദികളിൽ വായിക്കാനും മൈക്കുണ്ടെങ്കിൽ വായിക്കാനും സഭയുണ്ടെങ്കിൽ വായിക്കാനും മാത്രമായിട്ടാണ് ഈ ഗ്രന്ഥത്തെ കയ്യിലെടുക്കുന്നത്. പലർക്കും ആഗ്രഹം അത്രയേ ഉള്ളൂ, എനിക്ക് എല്ലാവരോടും ഒപ്പം ഇരുന്ന് വായിക്കണം, അതിന് മാത്രം ഒന്ന് പഠിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പഠിക്കാനല്ല ഭാഗവതം, വേദികളിലിരുന്ന് വായിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഇപ്പൊ ഗുരുവായൂരമ്പലത്തിലും അമ്പലപ്പുഴയും ഒക്കെ ഭാഗവതം നടത്താം. അവിടെ ചെന്നിരുന്ന് നടത്തുന്നതിന് ജനങ്ങള് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നുണ്ട്. സാക്ഷാൽ ശ്രീഹരിയുടെ മുന്നിലിരുന്ന് പാഠം ചെയ്യാൻ കിട്ടുന്ന അവസരമൊക്കെ ധന്യധന്യമാണ്. പക്ഷെങ്കിൽ ആ ധന്യധന്യമായ അവസരം അവനവന്റെ ഗ്രഹാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ ക്ഷേത്രം എന്ന് പറയുന്നത്. ഭാഗവതം നമുക്ക് വീട്ടിലിരുന്ന് വായിക്കാനും അവലോകനം ചെയ്യാനും, ഇതൊക്കെ ഓരോ വരികളും ശ്രദ്ധയോടെ വർഷങ്ങളോളം ഇരുന്ന് പഠിച്ച് അവിടുന്ന് ഇവിടുന്നും എല്ലാം കണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിന്റെ ആസ്വാദ്യം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വായിച്ചു പോകുന്ന സപ്താഹത്തിന് വായിക്കുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പേജുകൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ പെട്ടെന്ന് വായിച്ചു പോകും. അപ്പോൾ എത്ര സ്പീഡിൽ വായിക്കുന്നോ അത്രയും സ്പീഡിൽ പ്രഭാഷണവും ഒരുവിധമൊക്കെ പറഞ്ഞു ഉറപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ ആന്തരികമായ തത്വത്തെ അല്ലെങ്കിൽ വൈദിക സിദ്ധാന്തത്തെ നമ്മൾ അവലോകനം ചെയ്തു പോകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ വിഷയം പറയുമ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എന്താണ് ഈ വിഷയം ഇവിടെ പറയാൻ കാരണം, നിമി ആരാണ് എന്നറിയാതെ നമ്മൾ നിമിയുടെ ചരിത്രം വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വൈവസ്വതമനുവിന്റെ വംശം പറയുന്നു. വികുക്ഷി, അവർ 100 പുത്രരിൽ 3 പേരുടെ പേരെ പറയുന്നുള്ളൂ. ആ 3-ൽ വികുക്ഷിയുടെ പറഞ്ഞു. നീ നമ്മള് നിമിയുടെ ചരിത്രം പറയാൻ പോവുകയാണ്. മുന്നമോ ഇക്ഷാകുവൻ പുത്രനാകും നിമി നന്നായി വരിച്ചോ യാഗാർത്ഥം വസിഷ്ഠനെ. മുന്നമോ മഹേന്ദ്രൻ ഭരിച്ചതു കാരണം നന്നായി അതു കഴിച്ചിങ്ങു വന്നിടുവിനെന്ന് അരുൾ ചെയ്ത് എഴുന്നള്ളി വസിഷ്ഠനോ. ഈ നിമി ചക്രവർത്തി, അദ്ദേഹത്തിന് സന്തതികളെ നേരിട്ട് ഔരസപുത്രരായിട്ട് ആരുമില്ല. ചക്രവർത്തിയാണ്. അദ്ദേഹം രാജ്യം ഭരിച്ചു പോരുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു യാഗം, ഒരു സത്രം നടത്തണമെന്ന് തോന്നി. അദ്ദേഹം അതിന് തയ്യാറായി, എല്ലാ വ്യവസ്ഥകളും ചെയ്തു. അതിന്റെ ആചാര്യനായിട്ട്, പ്രധാന ഋത്വിക്കായിട്ട് ഭഗവാൻ വസിഷ്ഠനെ പോയി വേണ്ട രീതിയിലൊക്കെ ഉപചാരങ്ങളോടുകൂടി അതിന് ആചാര്യസ്ഥാനം വഹിക്കണം, ഋത്വിക്കായിരിക്കണം എന്ന് അപേക്ഷിച്ചു. പക്ഷെ ഈ സമയത്ത് ഇതേ തിഥിയിൽ, നമ്മൾ തീയതി എന്ന് പറയും, പക്ഷെ അവര് തീയതിയല്ലല്ലോ നോക്കുന്നത്, തിഥിയാണ് നോക്കുന്നത്. ഓരോ മാസത്തിലെയും തിഥികളാണ് നോക്കുന്നത്. ഇതേ തിഥിയിൽ മറ്റൊരു യാഗം നടത്താനായിട്ട് ഇന്ദ്രൻ ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് മുണ്ടും ദക്ഷിണയും ഒരു വെറ്റയും പാക്കും എല്ലാം കൊടുത്തിട്ട് പോയി. ഒപ്പം ഒരു ലെറ്ററും കൊടുത്തു. ഇന്ന തിഥിയിൽ, ഇന്ന മാസം, ഇന്ന തീയതിയിൽ, ഇന്ന സമയം, ഇന്നടത്ത് വെച്ച് സത്രം ചെയ്യാമെന്ന് ഏറ്റുകൊള്ളുന്നു എന്ന ഒരു ഫോം നിറച്ച് സൈൻ ചെയ്ത് വാങ്ങിച്ചു. ഇപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. പണ്ടൊക്കെ ഞങ്ങളെ ആശ്രമത്തിൽ നിന്ന് വിളിക്കുമ്പോൾ സ്വാമി വരണം, സത്താഗം ചെയ്യണം എന്ന് പറയും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർക്കൊരു കണ്ടീഷൻ അവരെഴുതി അത് ഒപ്പ് ചെയ്തു തരും, കരാറ് എന്നൊക്കെ പറയും. ആശ്രമത്തിനെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല, ഇതൊന്നും ഞങ്ങൾ പെടാറുമില്ല. എന്നിരുന്നാലും ഇന്ന് അങ്ങനെ ഒരു നിയമം വരെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇന്ദ്രൻ വസിഷ്ഠ മഹർഷിയെ കൊണ്ട് ഈ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അപ്പൊ വസിഷ്ഠ മഹർഷി സ്വമേവ, ഇന്നത്തെ കൂട്ടല്ലല്ലോ, ഒരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ ഏറ്റതാണ്. പകരക്കാരനെ വിട്ടിട്ട് അവസാന ദിവസം ചെന്ന് ദക്ഷിണ വാങ്ങിക്കുന്ന സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നില്ല. വസിഷ്ഠൻ പറഞ്ഞു, സോറി, എനിക്ക് വരാൻ പറ്റില്ല. കാരണം ഞാന് ഇതേ തിഥിയിൽ തന്നെ ദേവേന്ദ്രനോടൊത്ത് ഒരു സത്രം ചെയ്യാൻ, യാഗം ചെയ്യാൻ തീരുമാനിച്ചുറച്ച് അതിന് ആചാര്യവരണം കഴിഞ്ഞു നിൽക്കുകയാണ്. ആചാര്യവരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്ത് അത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വരാൻ പറ്റില്ല, അങ്ങ് വെയിറ്റ് ചെയ്യൂ, ഞാൻ വേഗം അത് സമർപ്പിച്ചിട്ട് വന്ന് യാഗം കഴിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠ മഹർഷി അവിടുന്ന് പോകുന്നു. പക്ഷെങ്കില് നിമിയെ സംബന്ധിച്ച്
ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഒരമാന്തം പാടില്ല. ഒരു യാഗം സമർപ്പിക്കണം, യജ്ഞം ചെയ്യണം. യജ്ഞം ചെയ്യുക, യജ്ഞം അല്ലെങ്കിൽ യാഗം എന്ന് പറഞ്ഞാൽ നിമിയെ സംബന്ധിച്ച് ത്യാഗപൂർണമായ കർമ്മത്തിനാണ് യാഗം. നമ്മൾ ഇന്ന് യാഗം ചെയ്യുന്നത് അങ്ങനെയല്ല. പലതിനെയും സ്വാംശീകരിക്കാനുണ്ട് ആണ്, ഒന്നിനെയും ത്യജിക്കാനല്ല. യാഗം എന്ന് പറയുന്നത് ത്യാഗപൂർണമായ കർമ്മമാണ്. അതിന് അമാന്തം പാടില്ല. എന്തായാലും ഉറപ്പിച്ചു, ശരി, നടത്തിക്കളയാം എന്ന് കണ്ടുകൊണ്ട് നിമി മറ്റ് ആചാര്യന്മാരെ വിളിച്ച് യാഗം ചെയ്യുന്നതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്.